കോൺഗ്രസ് മുഖപത്രമായ 1938 ആരംഭിച്ച നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് അനധികൃത പണമിടപാട് നടത്തിയെന്നാണ് ആരോപണം. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ദി അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് കമ്പനിയെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന കമ്പനി വഴി തട്ടിയെടുത്തെന്നാണ് ആരോപണം. പരാതി ഉയർന്നുവരുന്നത് 2012-ൽ. പരാതിയുമായി രംഗത്തെത്തിയത് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി. പൊതുസ്വത്ത് സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിച്ചു, ഇതിനായി ഗൂഢാലോചന നടത്തി, ഓഹരി ഉടമകളെ അറിയിക്കാതെ വഞ്ചിച്ചു, വസ്തുവകകൾ നിസാര തുകയ്ക്ക് കൈവശപ്പെടുത്താൻ ശ്രമിച്ചു എന്നിവയാണ് സുബ്രഹ്മണ്യം സ്വാമി ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ. 2014-ൽ സുബ്രഹ്മണ്യം സ്വാമി നൽകിയ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ CBIയും EDയും അന്വേഷണം തുടങ്ങിയത്. 2000 കോടിക്കടുത്ത് വില വരുന്ന നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് 50 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തു എന്നായിരുന്നു കേസ്. വ്യാജ സംഭാവന, വ്യാജ വാടക അഡ്വാൻസ്, പെരുപ്പിച്ചു കാട്ടിയ പരസ്യങ്ങൾ എന്നിവ വഴി 85 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് കുറ്റപത്രം. ഗാന്ധി കുടുംബവുമായി അടുപ്പമുള്ള സാം പിത്രോദ, സുമൻറെ എന്നിവരും പ്രതികളാണ്. 5000 കോടിയുടെ അഴിമതി നടന്നുവെന്നും ഗാന്ധിമാർ അവകാശപ്പെടുന്നത് പോലെ യങ് ഇന്ത്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നും കുറ്റപത്രം ചൂണ്ടിക്കാട്ടുന്നു.